ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബേർഡ് ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തു. ഞാനിവിടെ ഒരു 2-3 പിക്ക് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എഡിറ്റിംഗ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്യാൻവ ഓപ്പൺ ചെയ്തു. അതിൽ മുകളിൽ സെർച്ച് ബാറിൽ ഞാൻ A5 സൈസിലാണ് ചെയ്യണത്, A5 ഫ്രെയിമിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ A5 ഡോക്യുമെൻ്റ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താഴെ വരുന്നുണ്ട് A3 ഡോക്യുമെൻ്റ്, A5 ഡോക്യുമെൻ്റ് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ A5 എടുത്തു. അതിൽ ക്രിയേറ്റ് എ ബ്ലാങ്ക് ആട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ അതേ താഴെ ബ്ലാങ്ക് അല്ലാതെ പിക്ചറും ടെക്സ്റ്റൊക്കെ കൊടുത്തിട്ടുള്ളതുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്ലാങ്കാണ് എടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് താഴെ ഇതേ ടെക്സ്റ്റ് ഗാലറി എന്നൊക്കെ അല്ലേ, ഗാലറി പോയിട്ട് നമുക്ക് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഗാലറി പോവുക, ഫോട്ടോ നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഫ്രെയിം ഫുള്ളായിട്ടൊരു പിക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ കറക്റ്റായിട്ടൊരു പിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഫോട്ടോ ഫുള്ളായി വെച്ച് കൊടുത്തതിന് ശേഷം താഴെ ഞാൻ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയിട്ട് അത് ജസ്റ്റ് ഒരു 55 ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതിലേറെ ഓപ്പാസിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനൊരു പകുതി ഹാഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ എലമെൻറ്റ്സിൽ പോവാം. സെർച്ച് ബാറിലത് ഞാൻ ഒരു നമുക്ക് ഫ്രെയിമാണ് കേട്ടോ വേണ്ടത്, അതായത് നമുക്ക് ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിം. അപ്പോൾ ഞാൻ ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പല മോഡലായിട്ടുള്ള ഫ്രെയിം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പോൾറോയിഡ് ഫോട്ടോ ഒക്കെ വെക്കില്ല, അതേപോലെ ഒരു ഫ്രെയിമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തു. പിന്നെ അതിൽ ക്ലിക്ക് ചെയ്താൽ പ്ലസ് എന്നുള്ളൊരു ചിഹ്നം കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 2 ഫ്രെയിമിലോട്ടും 2 ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഒരൊറ്റ ഡ്രസ്സിലുള്ള 2 ഫോട്ടോ ഡിഫറെൻറ്റ് പോസിലുള്ളത് ഇതിലേക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ വേറെ ഡ്രസ്സിലുള്ളത് അങ്ങക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഫ്രെയിമിന് അനുസരിച്ച് ഇതിൻ്റെ ഈ ഒരു ഫോട്ടോയുടെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതാക്കി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ, സ്ക്വയറാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്രോപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ആ ഒരു പോൾറോയിഡ് ഫ്രെയിമിൽ സെറ്റ് ആകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെയുള്ള വലിയ ഫോട്ടോ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ കണ്ടാൽ മതി, മറ്റേ രണ്ടും നല്ല രീതിയിൽ കാണണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കാം. താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ പോവാം കേട്ടോ. അതിൽ നമുക്ക് എന്തെങ്കിലും കോഡ്സ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ചെറിയ രീതിയിലൊക്കെ കോഡ്സ് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ മെയിൻലി നമ്മൾ ഹാപ്പി ബർത്ത്ഡേ മൈ ഡോട്ടർ, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്, അങ്ങനെ എന്താണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു ഐഡിയ കോഡ്സ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ അവർ ലിറ്റിൽ ഗേൾ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെ വെച്ചാലാണ് ഭംഗിയെന്ന് നോക്കാം കേട്ടോ ടെക്സ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിക്കണം. ആദ്യം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും, പക്ഷേ അവിടെ ഫുള്ളായിട്ട് കിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഒരു രീതിയാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഫോൺസിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ടാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ കളർ ചേഞ്ച് ചെയ്യാം, വൈറ്റോ ബ്ലാക്കോ ആക്കാം കേട്ടോ. അപ്പോൾ ഈ വേറെ കളറുണ്ട്, പച്ച, മഞ്ഞ, അങ്ങനെയുള്ള കളറുകളൊന്നും ഭംഗിയുണ്ടാവില്ല. ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ പിന്നെ വൈറ്റ്. പിന്നെ ഓരോ ഫ്രെയിമിനും ചിലപ്പോൾ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്രൗൺ അങ്ങനെയൊക്കെ ചിലത് കൊടുത്താൽ ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക കളേഴ്സ് ആയാലും കേട്ടോ. പിന്നത്തെ ഞാൻ താഴെ എലമെൻറ്റ്സിൽ പോയിട്ട് നമുക്ക് ബേർഡിൻ്റെ സ്റ്റിക്കേഴ്സ്, ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ചെറിയ സിമ്പിളായിട്ടുള്ള കോഡ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്.
അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എടുക്കാം. സെർച്ച് ബാറിൽ അങ്ങനെ ബേർഡ് കോഡ്സ് അല്ലെങ്കിൽ ബേർഡ് ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലോ ഷേപ്പിൻ്റെ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്, ഹാപ്പി ബേർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എവിടെ വെച്ചാലാണ് ഭംഗി അതിനനുസരിച്ചാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക്, ഗോൾഡൻ കളർ അങ്ങനെയുള്ള കളറിലൊക്കെ നമുക്ക് സ്റ്റിക്കറും ടെക്സ്റ്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ താഴെ കണ്ടോ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയാൽ അതിലുള്ള സ്റ്റിക്കറിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഫ്രെയിമിന് എങ്ങനെയാണ് മാച്ച് ആവുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റാക്കി കൊടുക്കാം. ഇനി ഞാൻ മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒരു എഡിറ്റ് ചെയ്തത് സേവ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് A5 സൈസാണല്ലോ ഈ ഒരു ഫ്രെയിം നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് A5 സൈസ് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ A5 ഉള്ളത് A4 സെറ്റ് ചെയ്യാറാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് A4 സെറ്റ് ചെയ്യുന്നതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താഴെ വരും കേട്ടോ A4 ഡോക്യുമെൻ്റ് ബ്ലാങ്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ പക്ഷേ A4 എടുക്കുമ്പോൾ അധികം എനിക്ക് കിട്ടാറില്ല ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്കൊരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവില്ല. ക്രിയേറ്റ് ബ്ലാങ്ക് എന്നുള്ള ആ ഒരു ബ്ലാങ്ക് പേജൊക്കെ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ ടെക്സ്റ്റ് ചെയ്യാനോ പിന്നെന്താ ഫോട്ടോ ആഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അത് എന്താ കിട്ടാൻ വഴി നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലാങ്ക് അല്ലാത്ത പേജുകളുണ്ടല്ലോ അത് എടുക്കുക, ഒരെണ്ണം എടുക്കുക, അതുപോലെ ഒരെണ്ണം എടുക്കുക. അതിലുള്ള ടെക്സ്റ്റ് എലമെൻറ്റ്സ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡിലീറ്റ് ആക്കി കൊടുത്താൽ നമുക്ക് ഡിലീറ്റായി ഓരോ പിക്ചറും എലമെൻറ്റ്സും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ A4 കിട്ടാത്തവർ ബ്ലാങ്ക് അല്ലാത്ത പേജ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം, കിട്ടാത്തവർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് ഗാലറി പോയിട്ട് ആ ഒരു ബ്ലാങ്ക് പേജ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ ഗാലറിയിൽ നിന്ന് ഈ ഒരു A4 സൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മുടെ A5 സൈസ് ഫ്രെയിമിൻ്റെ എഡിറ്റിങ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. A4ൻ്റെ പകുതിയായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ചിലപ്പോൾ പകുതി എടുക്കേണ്ടി വരില്ല, ചില ഫ്രെയിമിന് ചിലത് ഇങ്ങോട്ട് കറക്റ്റ് ആണെന്നില്ല. അപ്പോൾ ഞാനധികം ഈ ടെക്സ്റ്റ് പിന്നെ അതുപോലെ ഫോട്ടോ ഒന്നും നമ്മുടെ ആ ഒരു ഫ്രെയിമിൻ്റെ അടുപ്പിച്ച് വെക്കാറില്ല, കുറച്ചിങ്ങനെ സെൻറ്ററിലോട്ട് വരുന്ന രീതിയിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈസിയാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ടേക്ക് കെയർ, ടാറ്റാ, ബൈ.